നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വേനൽ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടമുണ്ടായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വേനൽ മഴയെ തുടർന്നുള്ള കാറ്റിൽ കടവത്തൂരിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത്. കലിക്കണ്ടി റോഡിൽ മാവിൻ ചില്ല പൊട്ടി വീണ് 3 വൈദ്യുത തൂണുകളാണ് തകർന്നത്. കടവത്തൂർ ടൗണിൽ വീട്ടുപറമ്പിലെ 2 തെങ്ങുകൾ മിന്നലേറ്റ് കത്തി നശിച്ചു. പെരിങ്ങത്തൂർ കരിയാട് റോഡിൽ വൈദ്യുതി ലൈനിൽ തെങ്ങ് വീണ് ഗതാഗത തടസ്സമുണ്ടായി. സമീപത്തെ കെട്ടിടത്തിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. കല്ലിക്കണ്ടി റോഡിലെ ഒരു തൂണും മുണ്ടത്തോട് ഇടറോഡിലേക്കുള്ള പ്രവേശിക്കുന്ന സ്ഥലത്തെ 2 തൂണുകളുമാണ് പാടെ തകർത്തത്. റോഡിൽ മണിക്കൂറുകളോളം വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. രാത്രി 7:30 ആരംഭിച്ച മഴയിലാണ് അപകടം. KCB ജീവനക്കാരും നാട്ടുകാരും ചേർന്നാണ് തടസ്സം നീക്കിയത്. പ്രദേശത്തെ വൈദ്യുതി ബന്ധം തകരാറിലായിട്ടുണ്ട്. കടവത്തൂർ ടൗണിലെ പരേതനായ അനിരുദ്ധന്റെ വീട്ടിലെ തെങ്ങാണ് കത്തി നശിച്ചത്. പാനൂരിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേനയാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്. കടവത്തൂർ, പെരിങ്ങത്തൂർ, തെണ്ടപ്പറമ്പ്, ഉദുക്കുമ്മൽ, കൽക്കണ്ടി ഭാഗങ്ങൾ ഇന്നലെ ഇരുട്ടിലായി. അതിനിടെ അടുത്ത 4 ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനവും പുറത്തുവിട്ടിരിക്കുകയാണ്. 14 ജില്ലകൾക്കും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 26 വരെ തിരുവനന്തപുരം ജില്ലയിൽ നേരിയ മഴ സാധ്യതയാണ് നിലനിൽക്കുന്നത്. കൊല്ലത്ത് 25 വരെയാണ് മഴ സാധ്യത. 26-ന് മഴ മുന്നറിയിപ്പില്ല. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ 26 വരെ നേരിയ മഴ സാധ്യതയാണ് രേഖപ്പെടുത്തുന്നത്. ഇടുക്കിയിൽ 24 വരെയാണ് മഴ സാധ്യത. മറ്റു ദിവസങ്ങളിൽ മഴ മുന്നറിയിപ്പില്ല. തൃശ്ശൂരിൽ 26-ാം തീയതി മാത്രമാണ് മഴ മുന്നറിയിപ്പ്. പാലക്കാട് ഇന്ന് മാത്രമാണ് മഴ മുന്നറിയിപ്പ് ഉള്ളത്. മലപ്പുറത്തും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. കോഴിക്കോടും വയനാടും നേരിയ മഴയ്ക്കും ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പ് നിലനിൽക്കുകയാണ്. ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി 11:30 വരെ 0.5 മുതൽ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ആയതിന്റെ വേഗത സെക്കൻഡിൽ 10 സെന്റിമീറ്ററിനും 55 സെന്റിമീറ്ററിനും ഇടയിൽ മാറി വരുവാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക. കൂടാതെ ഏപ്രിൽ 26 വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, കോഴിക്കോട്, തൃശൂർ, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും, അതായത് സാധാരണക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ ഉയരാനാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. എൽ നിനോ പ്രതിഭാസം പിൻവാങ്ങിയതോടെ കേരളത്തിൽ ചൂട് കുറഞ്ഞു തുടങ്ങുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. മെയ് പകുതിയോടെ മഴയ്ക്ക് അനുകൂലമായ സാഹചര്യം സംസ്ഥാനത്ത് രൂപപ്പെടുമെന്നാണ് മുന്നറിയിപ്പ്. ലാ നിന പ്രതിഭാസം ഓഗസ്റ്റോടെ സംസ്ഥാനത്ത് എത്താനാണ് സൂചന. അങ്ങനെയെങ്കിൽ മഴയ്ക്ക് അനുകൂലമായ സാഹചര്യമാണ് സംസ്ഥാനത്ത് ഉണ്ടാവുക. രാജ്യത്താകെ സാധാരണയിൽ കൂടുതൽ മഴ ഇത്തവണ ലഭിക്കുമെന്ന് നേരത്തെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരുന്നു. അതേസമയം ലാ നിനയ്ക്കൊപ്പം അറബിക്കടൽ ഇന്ത്യൻ മഹാസമുദ്രത്തെക്കാൾ ചൂടാകുന്ന ഇന്ത്യൻ ഓഷൻ ഡൈപോൾ കൂടി ഇത്തവണ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പും നിലനിൽക്കുന്നുണ്ട്. ലാ നിനയും അയോഡിയും ഒരുമിച്ച് വരുന്ന സാഹചര്യം വളരെ അപൂർവമാണെന്നും അങ്ങനെ ഉണ്ടായാൽ അത് അപകടം സൃഷ്ടിച്ചേക്കാമെന്ന മുന്നറിയിപ്പും നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.